ഓക്കെ, അപ്പോൾ ഡീകോഡറിൻ്റെ കേസാണ്. ഡീകോഡർ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ മൾട്ടിപ്ലക്സറും ഡീമൾട്ടിപ്ലക്സറും പറഞ്ഞു. മൾട്ടിപ്ലക്സർ എന്ന് പറയുമ്പോഴും ഡീമൾട്ടിപ്ലക്സർ എന്ന് പറയുമ്പോഴും എന്താണെന്ന് അറിയാം നമുക്ക്. മൾട്ടിപ്ലക്സർ മെനി ടു 1 ആണ് മൾട്ടിപ്ലക്സർ. ഡീമൾട്ടിപ്ലക്സർ ആകുമ്പോൾ 1 to many ആണ് വരുന്നത്. അപ്പോൾ അവിടെ നമുക്ക് സെലക്ഷൻ ലൈൻസ് ഉണ്ട്. ആ സെലക്ഷൻ ലൈൻ വെച്ചിട്ടാണ് നമ്മൾ കറസ്പോണ്ടിങ് ഏത് ഇൻപുട്ടാണ് ഔട്ട്പുട്ടിലേക്ക് പോകുന്നത്, അല്ലെങ്കിൽ ഏത് ഔട്ട്പുട്ടിലേക്കാണ് പോകുന്നത് എന്നുള്ളത് ഡിറ്റക്ട് ചെയ്യുന്നത്. ഇവിടെ ഡീകോഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n to 2n ഡീകോഡറാണ്. n to 2n, അതായത് n ഇൻപുട്ട്സ് ഉണ്ടെങ്കിൽ ആ n ഇൻപുട്ട്സിൻ്റെ കോമ്പിനേഷൻ അനുസരിച്ച് ഏതെങ്കിലും ഒരു ഔട്ട്പുട്ടായ ലൊക്കേഷനിലേക്ക് പോകുന്നുണ്ടാവും. അപ്പോൾ n to 2n ഡീകോഡർ എന്ന് പറയുന്നത് ഡീകോഡ് ചെയ്യുന്നതാണ്. നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട്സിനനുസരിച്ചുള്ള ഒരു ഡീകോഡഡ് ഇൻഫർമേഷനാണ് നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്നത്. അവിടെ നമുക്ക് സെലക്ഷൻ ലൈനൊന്നുമില്ല. അപ്പോൾ എന്താണ്, ഇപ്പോൾ n to 2n എന്ന് പറയുന്നത് ജനറലൈസ് ചെയ്താണ് പറഞ്ഞേക്കുന്നത്. ഇപ്പോൾ n-ന് 2 ആണ് കൊടുക്കുന്നതെങ്കിൽ 2 to 2, ദാറ്റ് ഈസ് 2 to 4 എന്ന് പറയുന്നത് 2 to 4 ഡീകോഡ്. 2 to 4 എന്ന് പറയുന്നത് നമുക്കത് അറിയാം. 2 ബിറ്റ് ആണെങ്കിൽ നമുക്ക് മാക്സിമം കോമ്പിനേഷൻ 4 ആണ് അല്ലേ. സോ കറസ്പോണ്ടിങ് ഏതെങ്കിലും ഒരു ഔട്ട്പുട്ട് ആയിരിക്കും നമുക്ക് ഇനേബിൾ ആവുന്നത്. സോ അതിൻ്റെയാണ് കറസ്പോണ്ടിങ് നമ്മൾ 2 to 4 ആണ് താഴെ നമ്മൾ ടേബിളിലും അതിൻ്റെ ബ്ലോക്ക് ഡയഗ്രമായിട്ട് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. S0 S1 എന്ന് പറയുന്നത് നമ്മുടെ ഇൻപുട്ട്സും Q0 Q1 Q2 Q3 എന്ന് പറയുന്നത് നമ്മുടെ ഔട്ട്പുട്ടുമാണ്. അപ്പോൾ S1 S0 നമ്മുടെ ഇൻപുട്ട് ആകുമ്പോൾ 2 ബിറ്റാണ്. 2 ബിറ്റ് ആകുമ്പോൾ മാക്സിമം കോമ്പിനേഷൻ എന്ന് പറയുന്നത് 0 0 0 1 1 0 1 1 അല്ലേ. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ഏതെങ്കിലും ഒന്നേ ഇനേബിൾ ആവത്തുള്ളൂ. ഇപ്പോൾ 0 0 ആണെങ്കിൽ Q0 മാത്രം ഇനേബിൾ ആവുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഇൻപുട്ട് എന്ത് ചെയ്യുക, Q0യിലൂടെയാണ് നമുക്ക് കിട്ടേണ്ടുന്നത്. 0 1 ആണെങ്കിൽ Q1 മാത്രം, 1 0 ആണെങ്കിൽ Q2 മാത്രം, 1 1 ആണെങ്കിൽ Q3. ഓക്കെ, ബാക്കി എല്ലാ കണ്ടീഷൻസിലും ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നതനുസരിച്ച് അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബിറ്റ് മാത്രം ഇനേബിൾ ആവും. ബാക്കിയെല്ലാം എന്തായിരിക്കും, 0 ആയിരിക്കും. അപ്പോൾ അതാണ് 2 to 4 ഡീകോഡറിൻ്റെ ബ്ലോക്ക് ഡയഗ്രമും ട്രൂത്ത് ടേബിളും തന്നിരിക്കുന്നത്. 2 ഇൻപുട്ട് ബിറ്റാണ് S1ഉം S0യും, 4 ഔട്ട്പുട്ട് ബിറ്റ്സ് ആണ് Q0യും Q1ഉം Q2 Q3 എന്ന് പറയുന്നത്. നമ്മുടെ ഇൻപുട്ട് എന്ന് പറയുന്നത് ജനറൽ കേസിൽ തന്നിട്ടുണ്ട്. ഇൻപുട്ട് എന്ന് പറയുന്നത് ബൈനറി I ആണെങ്കിൽ ഔട്ട്പുട്ട് QI എലോൺ വിൽ ബി ട്രൂ, അതായത് എലോൺ വിൽ ബി ഇനേബിൾ. ബൈനറി I എന്ന് പറയുന്നത് ഐയുടെ വാല്യൂ നമ്മൾ 0യോ 1ഓ 2ഓ 3ഓ കൊടുക്കുന്നു. അപ്പോൾ I ഏതാവുന്നോ അതനുസരിച്ചുള്ള കറസ്പോണ്ടിങ് ഔട്ട്പുട്ടായ QI ആണ് ഇനേബിൾ ആവുന്നത്. ഐയുടെ വാല്യൂ 1 ആണെങ്കിൽ Q1 ആണ് ഇനേബിൾ ആവുന്നത്. ഐയുടെ വാല്യൂ 2 ആണെങ്കിൽ Q2 ആണ് ഇനേബിൾ ആവുന്നത്. ഐയുടെ വാല്യൂ 0 ആണെങ്കിൽ Q0 ആണ് ഇനേബിൾ ആവുന്നത്. ബാക്കിയെല്ലാം ഡിസേബിൾ അല്ലെങ്കിൽ ഫോൾസ് കണ്ടീഷൻ ആയിരിക്കും വരുന്നത്. അതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ബൈനറി ഇൻഫർമേഷൻസിനെ 1 to 4 എന്ന് പറയുന്ന ഒരു ഡീകോഡിങ് സ്കീമിലേക്കാക്കി മാറ്റുന്നു. അതാണ് ഡീകോഡർ ചെയ്യുന്നത്. നമുക്ക് കിട്ടുന്ന ബൈനറി ഇൻഫർമേഷൻസിനെ ഒരു കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ബൈനറി ഫോമിലേക്ക് ഡീകോഡ് ചെയ്ത് മാറ്റും. ദെൻ ഒരു ഡീകോഡർ ബിൽഡ് ചെയ്യുന്നതാണ് അതിൻ്റെ ടേബിൾ, നേരത്തെ വരച്ച അതേ ടേബിൾ തന്നെ. അപ്പോൾ ആ ടേബിളിന് കറസ്പോണ്ടിങ് നമുക്ക് ഇക്വേഷൻസ് 4 ഇക്വേഷൻസ് എഴുതാൻ പറ്റും. Q0 എന്ന് പറയുന്നത് ഏത് സമയത്താണ് Q0 ആക്റ്റീവ് ആവുന്നത്, 0 0 കണ്ടീഷൻ അല്ലേ. 0 0 കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ S1ഉം S0യാണ് വേരിയബിൾ, അല്ലെങ്കിൽ XY ആണ് വേരിയബിൾ എങ്കിൽ 0 0 എന്ന് പറഞ്ഞാൽ എന്താണ്, കോംപ്ലിമെൻ്റ് ആണ് 0 എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ X കോംപ്ലിമെൻറ്റ് Y കോംപ്ലിമെൻറ്റ് എന്നാണ് നമ്മൾ പറയുന്നത്. ഇവിടെ നമ്മുടെ വേരിയബിൾ S1 S0 ആണ്. അപ്പോൾ എന്തായിരിക്കും, S1 കോംപ്ലിമെൻറ്റ് S0 കോംപ്ലിമെൻറ്റ്. അടുത്തത് Q1 എന്ന് പറയുന്നത് എപ്പോഴാണ്, S1 0യും S0 1 ആവുമ്പോഴും. 1 എന്ന് പറഞ്ഞാൽ ആ വേരിയബിൾ അതേപോലെ എഴുതണമെന്നാണ്. 0 ആണെങ്കിൽ കോംപ്ലിമെൻറ്റ്. അപ്പോൾ 0 1 എന്ന് പറയുന്നത് S1 കോംപ്ലിമെൻറ്റ് S0. ഓക്കെ, Q2 ആണെങ്കിലോ S1 S0 കോംപ്ലിമെൻറ്റ്. Q3 എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ 2 1 ആവുക. സോ S1 S0. അങ്ങനെ നമുക്ക് ഔട്ട്പുട്ടിന് വേണ്ടുന്ന കറസ്പോണ്ടിങ് ഇക്വേഷൻസ് നമ്മൾ ഈ തന്നിരിക്കുന്ന ടേബിൾ വെച്ച് നമുക്ക് എഴുതാൻ പറ്റും. ദെൻ അതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം നമ്മൾ ആ പറഞ്ഞ് 2 to 4 ഡീകോഡറിൻ്റെ സർക്യൂട്ട് ഡയഗ്രാമാണ് നമ്മൾ എഴുതിയേക്കുന്നത്. എങ്ങനെയാണ് Q0 കിട്ടുന്നത്, S1 ബാർ S0 ബാർ. അപ്പോൾ S1 S0 എന്ന് പറയുന്ന 2 ഇൻപുട്ട് ഉണ്ട്. അതിന് നോട്ട് ഗേറ്റ് വെച്ചിട്ട് നമ്മൾ അടുത്ത കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. സോ ആ നോട്ട് ഗേറ്റിൽ നിന്നാണ് നമുക്ക് ഏതാ
D0യിലേക്ക് പോകുന്നു. ഇതേ നോക്കൂ, ഇതിൻ്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് ഏതാ? S1 ബാർ അല്ലേ? ഈ നോട്ട് ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് എന്താണ്? S1 ബാർ എന്നാണ്. ഈ നോട്ട് ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താണ്? S0 ബാർ. അപ്പോൾ അത് രണ്ടുമാണ് ഈ ആൻഡ് ഗേറ്റിൽ പോയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്താണ്? S1 ബാർ S0 ബാർ. അത് നമുക്ക് എവിടെ നിന്ന് കിട്ടി? നമ്മൾ നേരത്തെ ഒരു 4 ഇക്വേഷൻസ് എഴുതിയില്ലേ? ഈ 4 ഇക്വേഷൻസിൽ നിന്നാണ് ഈ സർക്യൂട്ട് വരച്ചേക്കുന്നത്. ഓക്കെ, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബിറ്റ് മാത്രം നമ്മൾ ആൻഡ് ഗേറ്റിലേക്ക് കൊടുക്കും. ഓക്കെ, അടുത്തത് ഒരു ഇനേബിൾ ഇൻപുട്ട്. നമ്മൾ കഴിഞ്ഞ മൾട്ടിപ്ലക്സറിലും ഡിമൾട്ടിപ്ലക്സറിലും ഒക്കെ പറഞ്ഞതുപോലെ ഇനേബിൾ ഇൻപുട്ട്സ് എന്ന് പറയുന്നത് എന്താണ്? ആ ഡിവൈസിനെ ആക്ടിവേറ്റ് ചെയ്യാനാണ് ഇനേബിൾ ഇൻപുട്ട്സ് യൂസ് ചെയ്യുന്നത്. ഇനേബിൾ എന്ന് പറയുന്നത് 0 ആണെങ്കിൽ ആ ഡീകോഡിനെ ഡിസേബിൾ ചെയ്യും. അപ്പോൾ അതിൻ്റെ ഓപ്പറേഷൻസ് ഒന്നും തന്നെയും വർക്ക് ചെയ്യത്തില്ല. അതായത് ഡീകോഡേഴ്സിൻ്റെ ഔട്ട്പുട്ട് എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. ഇനേബിൾ എന്ന് പറയുന്നത് 1 ആകുമ്പോൾ മാത്രമാണ് ആ ഡീകോഡർ ഡിവൈസ് ആക്റ്റീവ് ആവുന്നത്. ആ സമയത്ത് നമ്മൾ പറയുന്ന ഇൻപുട്ട് അനുസരിച്ചുള്ള ഔട്ട്പുട്ട് ആയിരിക്കും നമുക്ക് ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇനേബിൾ 0 ആവുന്ന 4 കണ്ടീഷൻസ് വരും, ഇനേബിൾ 1 ആവുന്ന 4 കണ്ടീഷൻസ് വരും. ആ ഇനേബിൾ 0 ആവുന്ന 4 കണ്ടീഷൻസ് എടുത്തു കഴിഞ്ഞാൽ S1ൻ്റെയും S0യുടെയും വാല്യൂ എന്തോ ആയിക്കോട്ടെ, എന്തായിരിക്കും കിട്ടുക? ഔട്ട്പുട്ട് എല്ലാം 0 ആയിരിക്കും. അപ്പോൾ അതെല്ലാം കൂടി ജനറലൈസ് ചെയ്ത് നമ്മളൊരൊറ്റ റോ ആയിട്ട് എഴുതിയേക്കുന്നു. എങ്ങനെയാണ്? En0 ആകുമ്പോൾ S1ൻ്റെയും S0ൻ്റെയും വാല്യൂ എന്തോ ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിജിറ്റലിൽ എന്താ റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ഡോൺ കെയേഴ്സ്. അപ്പോൾ S1ഉം S0യും ഡോൺ കെയേഴ്സ് ആകുമ്പോൾ Q0, Q1, Q2, Q3 എല്ലാം എന്താണ്? 0യാണ്. അടുത്തത് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഇനേബിൾ 1 ആവുന്ന സമയത്ത് 0 ആണെങ്കിൽ Q0, 01 ആണെങ്കിൽ Q1, 10 ആണെങ്കിൽ Q2, 11 ആണെങ്കിൽ Q3. സോ ഒരു ഇനേബിൾ ഇൻപുട്ടും കൂടി. അത് സാധാരണ നമ്മൾ ഡിവൈസ് ആക്റ്റീവ് ചെയ്യാൻ എല്ലാ ഡിജിറ്റൽ സർക്യൂട്ട്സിനകത്ത് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? ഇനേബിൾ എന്ന് പറയുന്ന ഒരു സിഗ്നലും കൂടി അല്ലെങ്കിൽ ഒരു ഇൻപുട്ട് കൂടി യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ ഇനേബിളിൻ്റെ നമ്മൾ ആ സർക്യൂട്ട് നേരത്തെ പറഞ്ഞത്, ആ സർക്യൂട്ടിനെ നമ്മൾ കറസ്പോണ്ടിങ് എന്താണ് ഒരു വരച്ച ഇതിനെ ഒന്നും കൂടി എഴുതിയിട്ടുണ്ടെന്നേ ഉള്ളൂ. നേരത്തെ വരച്ച സർക്യൂട്ട് നമ്മൾ S1ഉം S0യും വരുന്ന കോമ്പിനേഷൻസിനുള്ള 4 ഇക്വേഷൻസ് ആണ് നമ്മൾ അത് വെച്ചിട്ടാണ് വരച്ചത്. ഇപ്പോൾ എന്തും കൂടെ വരുന്നുണ്ട്? ഇനേബിൾ എന്ന് പറയുന്ന ഒന്നും കൂടെ ഉണ്ട്. അപ്പോൾ E എന്ന് പറയുന്നതും കൂടി വരികയാണെങ്കിൽ, E എന്ന് പറയുന്നത് 1 അല്ലേ? ഈ 1 ആകുമ്പോഴത്തേക്ക് ഈ കോംപ്ലിമെൻ്റ് എടുക്കേണ്ട കാര്യമില്ല. E എന്ന് പറയുന്ന വേരിയബിൾ അതുപോലെ എടുക്കാം. അപ്പോൾ ഇതെന്ത് ചെയ്യും? E എന്ന് പറയുന്നതും കൂടി ഇതിൻ്റെ കൂടെ ഇൻഡു ചെയ്ത് വരും. അപ്പോൾ E എന്ന് പറയുന്ന ഇനേബിളും കൂടി എല്ലാ ആൻഡ് ഗേറ്റിൻ്റെയും ഒരു ഇൻപുട്ട് എന്ന് പറയുന്നത് E ആയിരിക്കും. ബാക്കി എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ എഴുതിയ ഇക്വേഷൻ അനുസരിച്ചുള്ളതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്തത് എന്താണ്? 2 to 4 കോമ്പിനേഷൻസ്. അതേപോലെ 3 എഴുതി കഴിഞ്ഞാൽ നമ്മുടെ മാക്സിമം കോമ്പിനേഷൻസ് 8. 4 ആണെങ്കിൽ നമ്മുടെ മാക്സിമം കോമ്പിനേഷൻ 16. ഇവിടെ 3 to 8 ലൈൻ ഡീകോഡേഴ്സ് തന്നിട്ടുണ്ട്. അവിടെ X, Y, Z എന്നാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ S1, S0, S1, S2 നമുക്ക് ഇഷ്ടമുള്ള വേരിയബിൾ നമുക്ക് കൊടുക്കാം. അതനുസരിച്ച് ആദ്യം നമ്മൾ ഇക്വേഷൻ എഴുതി ചെയ്യുക. അപ്പോൾ ഇതിനകത്ത് നമ്മൾ എന്ത് എഴുതിയിട്ടില്ല? നമ്മുടെ കറസ്പോണ്ടിങ് ഇനേബിൾ എഴുതിയിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനേബിളും കൂടി കൊടുത്തുള്ള സർക്യൂട്ട് വരയ്ക്കാവുന്നതാണ്. ഓക്കെ, അടുത്ത കേസ് അതിൻ്റെ ട്രൂത്ത് ടേബിളാണ്. ആ 3 to 8 ലൈൻ ഡീകോഡേഴ്സിൻ്റെ ടേബിൾ. ഈ ടേബിൾ അനുസരിച്ചാണ് ആ ഫിഗർ വരച്ചേക്കുന്നത്. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടുന്നത് ഈ ടേബിൾ വരയ്ക്കുക. XYZ ഇൻപുട്ട് ആണെങ്കിൽ അതിൻ്റെ 8 കോമ്പിനേഷൻസ് എഴുതുക. 000 അല്ലെങ്കിൽ D0 മാത്രം ആക്റ്റീവ്, ബാക്കിയെല്ലാം ഇനാക്റ്റീവ് ആയിരിക്കണം. 001 ആകുമ്പോൾ D1 മാത്രം, 010 ആകുമ്പോൾ D2 മാത്രം, 011 ആകുമ്പോൾ D3 മാത്രം, 100 ആകുമ്പോൾ D4, 101 ആകുമ്പോൾ D5, 110 ആകുമ്പോൾ D6, 111 ആകുമ്പോൾ D7. ബാക്കി ആ കറസ്പോണ്ടിങ് പറയുന്ന ആ ലൊക്കേഷൻ മാത്രമാണ്, ബാക്കിയെല്ലാം 0 ആയിരിക്കും. അപ്പോൾ ഇതനുസരിച്ചുള്ളൊരു സർക്യൂട്ട് ഡയഗ്രമാണ് ഈ വരച്ചേക്കുന്നത്. ഇത് എഴുതി കഴിഞ്ഞാൽ ഇതിൻ്റെ ഇക്വേഷൻ എഴുതാമല്ലോ. D0 എന്ന് പറയുന്നത് എന്താണ്? X ബാർ Y ബാർ Z ബാർ. D1 എന്ന് പറയുന്നത് എന്താണ്? X ബാർ Y ബാർ Z. D2 എന്ന് പറയുന്നത് എന്താണ്? X ബാർ Y Z ബാർ. D3 എന്ന് പറയുന്നത് എന്താണ്? X ബാർ Y Z. അതേമാതിരി 0 കാണുന്നിടത്ത് എന്ത് ചെയ്യുക? ബാർ എഴുതുക. 1 കാണുന്നിടത്ത് വേരിയബിൾ അതേപോലെ എഴുതുക. ഇക്വേഷൻ എഴുതുക. ആ ഇക്വേഷൻ അനുസരിച്ച് എന്ത് ചെയ്യുക? സർക്യൂട്ട് ഡിസൈൻ ചെയ്യുക.
അതിനകത്ത് നമ്മൾ കറസ്പോണ്ടിങ് S2 S1 S0 അത് വെച്ചിട്ട് നമ്മൾ എഴുതിയേക്കാണ്. S2 0 ആവുന്ന സമയത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ Q0 to Q3യുടെ കേസും അതുപോലെ Q0 to Q3 എന്ന് പറയുന്നത് 2 to 4 ഡീകോഡേഴ്സാണ് S2 0 ആവുന്ന സമയത്ത്. കാരണം നമുക്കറിയാം നമ്മൾ S2 എന്ന് പറയുന്ന വേരിയബിൾ യൂസ് ചെയ്യാണ്ടിരുന്നാൽ S1 S0 മാത്രമാണെങ്കിൽ അതെന്താണ് 2 to 4 ഡീകോഡേഴ്സ് ആണ് അല്ലേ. മൂന്നാമതൊരു വേരിയബിളും കൂടി വരുമ്പോഴാണ് അതെന്താവുന്നത് 3 to 8 ഡീകോഡേഴ്സ് ആവുന്നത്. അപ്പോൾ S2 0 ആവുന്ന സമയത്ത് അത് Q0 to Q3 എന്ന് പറയുന്നത് എന്തായിട്ട് ആക്ട് ചെയ്യും 2 to 4 ഡീകോഡറായിട്ട് ആക്ട് ചെയ്യും. S2 1 ആവുന്ന സമയത്ത് എന്തായിരിക്കും Q4 to Q7 എന്ന് പറയുന്നത് എന്തായിരിക്കും ഒരു 2 to 4 ഡീകോഡർ. അപ്പോൾ ഒരു 3 to 8 ഡീകോഡേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും 2 to 4 ഡീകോഡേഴ്സ്. എങ്ങനെയാണെന്ന് മനസ്സിലായോ? ഈ ഇത്ര പൊസിഷൻ എടുക്കുമ്പോൾ നമുക്ക് എന്താണ് Q0 Q1 Q2 Q3 നമ്മുടെ 2 വേരിയബിൾസ് കൊടുക്കുമ്പോൾ കോമ്പിനേഷനാണ് 4 എണ്ണം വരുന്നത്. സോ ഇതൊരു 2 to 4 ഡീകോഡറാണ്. അത് ഏത് സമയത്താണ് S2 0 ആവുന്ന സമയത്ത്. ഇനി S2 1 ആവുന്ന 4 കേസ് ഉണ്ടല്ലോ, അവിടെ എന്തായിരിക്കും ഈ പൊസിഷനാണ് നമ്മൾ 1 വരുന്ന പൊസിഷൻസ് വരുന്നത്. അപ്പോൾ അവിടെ എന്താണ് D4 to D7 വരെയുള്ളത് എന്താണ് 2 to 4 ഡീകോഡേഴ്സ്. അപ്പോൾ നമുക്ക് ഒരു 3 to 8 ഡീകോഡറിനകത്ത് എന്തുണ്ട് 2 2 to 4 ഡീകോഡേഴ്സ് ഉണ്ട്. ഓക്കെ, ഇത് ആ ഡീകോഡറിൻ്റെ എക്സ്പാൻഷനാണ് പറഞ്ഞേക്കുന്നത്. 2 ഡീകോഡേഴ്സ് 2 2 to 4 ഡീകോഡേഴ്സ്. അതാണ് മുകളിൽ കാണിച്ചിരിക്കുന്ന സർക്യൂട്ട് ഡയഗ്രാം. ഈ ബ്ലോക്ക് ഡയഗ്രാം എന്ന് പറയുന്നത് 2 2 to 4 ഡീകോഡേഴ്സ്. അതിൽ S1 S0 എന്ന് പറയുന്നതിൽ S2 0 ആവുന്ന സമയത്ത് S2 0 മീനിങ് ഇനേബിൾ എന്ന് പറയുന്ന പൊസിഷനിലേക്കാണ് S2 നമ്മൾ കൊടുത്തേക്കുന്നത്. S2 0 ആകുമ്പോൾ നമ്മൾ എന്താ പറഞ്ഞത് S2 0 ആകുമ്പോൾ Q0 to Q3 വരെയുള്ളതാണ് എന്താവുന്നത് 2 to 4 ഡീകോഡേഴ്സ്. അപ്പോൾ അതിനകത്ത് S2 എന്ന് പറയുന്ന ഒരു ഇനേബിൾ ഇൻപുട്ടായിട്ട് കൊടുത്തിട്ടുണ്ട്. S2 0 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ S2 എന്ന് എഴുതി കഴിഞ്ഞാൽ അത് 1 എന്ന മീനിങ്. S2 ബാർ എന്ന് പറയുന്നതാണ് 0. സോ അതൊരു നോട്ട് ഗേറ്റ് വഴി രണ്ടാമത്തെ 2 to 4 ഇതിനകത്ത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ എന്താകും Q0 to Q3 ആണ് നമ്മുടെ 2 to 4. S2 1 ആക്കി കൊടുക്കുകയാണെങ്കിൽ Q4 to Q7 എന്ന് പറയുന്നതാണ് രണ്ടാമത്തെ ഡീകോഡേഴ്സ്. അപ്പോൾ ഒരു 3 to 8 ഡീകോഡേഴ്സിൽ നിന്ന് നമുക്ക് 2 2 to 4 ഡീകോഡേഴ്സ് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ആ തന്നിരിക്കുന്ന ഡീകോഡറിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്തതാണ്. ഓക്കെ, മോഡുലാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡുലാർ ആക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡ്യൂൾസാക്കി ഡിവൈഡ് ചെയ്യാവുന്നത്. അതായത് 3 to 8നെ നമുക്ക് 2 2 to 4 ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, 2 to 4ൻ്റെ 2 എണ്ണം വെച്ചിട്ട് നമുക്ക് 3 to 8 ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെ നമ്മൾ മുകളിലത്തതിലും ഇത് നോക്കുക, മുകളിലത്തേലും Q0 Q1 Q2 3, താഴത്തേലും Q0 Q1 Q2 3. കാരണം എന്തുകൊണ്ടാണ് രണ്ടും 2 സെപ്പറേറ്റ് 2 to 4 ഡീകോഡേഴ്സാണ്. അത് ഒരുമിച്ച് ചേർക്കുമ്പോൾ ഒരേ പേരുകൾ കൊടുത്തു കഴിഞ്ഞാൽ കൺഫ്യൂഷനാവും. അപ്പോൾ അതുകൊണ്ടാണ് ഈ സ്ഥലത്ത് എന്തെഴുതിയിരിക്കുന്നത് Q0 Q1 Q2 Q3, ബാക്കിയുള്ളത് Q4 Q5 Q6 Q7. നമുക്ക് മോഡ്യൂൾസ് ആക്കി ഡിവൈഡ് ചെയ്തു. അത് 3 to 8 ആണ് എന്ന് കാണിക്കാൻ അത് നമ്മൾ അങ്ങനെ എഴുതി. ആക്ച്വലി അവിടെ എന്താണ് 2 to 4ൻ്റെ 2 ആണ്, അത് Q0 to Q3 ആണ്. നമുക്ക് ആ ടേബിളിൽ നിന്നാണ് Q4 to Q7ഉം Q0 to Q3യും കിട്ടുന്നത്. ഓക്കെ, പിന്നെ ഓരോ നമ്മൾ ഡീകോഡേഴ്സിൻ്റെ ഇത് മാറുന്നതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും 2 to 4ൻ്റെ ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് ജസ്റ്റ് നമ്മൾ അതിനകത്ത് ചെയ്ത 2 2 to 4 ഡീകോഡേഴ്സ് നേരത്തെ ചെയ്തില്ലേ, അതിനെ അതേപോലെ എഴുതി വെച്ചിട്ടുണ്ട്. XYZ എന്ന് പറയുന്ന അല്ലെങ്കിൽ WXY എന്ന് പറയുന്ന 3 ഇൻപുട്ട്സ് കൊടുത്തു. ദെൻ ഇനേബിൾ എന്ന് പറയുന്ന ഒരു ഇൻപുട്ട് കൊടുത്തു. അപ്പോൾ എന്താണ് ഇനേബിളിൻ്റെ ഇൻപുട്ട് അനുസരിച്ച് എന്ത് ചെയ്യും ഓരോന്നും ഓരോ സമയം ആക്റ്റീവ് ആവും. അപ്പോൾ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഇതിപ്പോൾ 3 to 4 എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഇനേബിൾ ഈ സംഭവം നമ്മൾ ഇതേപോലെ കണക്ട് ചെയ്തിട്ടുണ്ട്. ദാറ്റ് മീനിങ് ഈ ഡയറക്റ്റായിട്ട് കണക്ട് ചെയ്യുക. അപ്പോൾ E is equal to 1 ആ സമയത്ത് ഇവിടെ എന്തായിരിക്കും E is equal to 0 ആണ്. അപ്പോൾ ഈ ഡിവൈസ് മൊത്തത്തിൽ ഡീആക്ടിവേറ്റ് ചെയ്ത് അവിടെ ഇരിക്കും. ദെൻ നമ്മൾ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട്
ഇതിനകത്തുള്ള എല്ലാം ഡിസ്പ്ലേ ചെയ്ത് കഴിഞ്ഞു, അല്ലെങ്കിൽ ഇതിൻ്റെ കറസ്പോണ്ടിങ് ഡിക്കോഡേഴ്സ് വർക്ക് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് ഇത് ചേഞ്ച് ചെയ്ത് ഇത് 0 ആവും. ഇത് 0 ആകുമ്പോൾ ഓട്ടോമാറ്റിക് ഇത് എന്തായിരിക്കും 1 ആവും. സോ ബാക്കിയുള്ളതായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. അങ്ങനെയാണ് 2 to 4 ഡീകോഡേഴ്സ് അറ്റ് എ ടൈം വർക്ക് ചെയ്യുക. ഓക്കെ, ഇനേബിൾ ഇൻപുട്ട് അനുസരിച്ചാണ്. ഇനേബിൾ 0 ആയി കഴിഞ്ഞാലുള്ളത് എന്താണ്, നമുക്കത് വർക്ക് ചെയ്യത്തില്ല. ഇനേബിൾ 1 ആകുമ്പോഴാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അഡീഷണൽ ഒരു ഇൻപുട്ട് കൊടുക്കാണ്ട് തന്നെ നമുക്ക് ഇനേബിൾ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, 2 to 4 ഡീകോഡേഴ്സ് അറ്റ് എ ടൈം വർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് തൊട്ട് ഈ കാണിച്ചേക്കുന്നത് അതിൻ്റെ ബ്ലോക്ക് ഡയഗ്രമാണ്. ഈ വരച്ചേക്കുന്നതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് ബ്ലോക്ക് ഡയഗ്രമാക്കി വരച്ചേക്കാണ്. ഇത് 2 to 4 ആണ്. 2 to 4 എന്ന് പറയുന്നത് 3 to 8 ഡീകോഡേഴ്സിന് തുല്യമാണ്. ഇൻപുട്ട് ഇവിടെ XY ആണ്, ഇവിടെയും WXY ആണ്. ഇവിടെ വരുന്ന ഔട്ട്പുട്ട്സ് എന്ന് പറയുന്നത് F0, F1, F2, F3, F4, F5, F6, F7. അത് തന്നെയാണ് ഇവിടെ എഴുതിയേക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ കറസ്പോണ്ടിങ് ബ്ലോക്ക് ഡയഗ്രമാണ് ഈ വരച്ചേക്കുന്നത്. അത് കറസ്പോണ്ടിങ് ഒരു നിങ്ങളുടെ PPT എടുത്ത് നോക്കിയാൽ അതിനകത്തുള്ള കറസ്പോണ്ടിങ് വർക്കിംഗ് കാണാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ എങ്ങനെയാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ അടുത്തത് 0 0 0 കൊടുത്തു കഴിയുകയാണെങ്കിൽ നമ്മുടെ ആ 0 തന്നെയാണ് വരുന്നത്. അപ്പോൾ ആദ്യത്തെ 2 to 4 എന്ന് പറയുന്നത് എനേബിൾ ആവും, രണ്ടാമത്തത് ഡിസേബിൾ ആവും. അപ്പോൾ F0 to F3 ആണ് വർക്ക് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് അടുത്തത് അപ്പോൾ 1 0 നമ്മൾ കൊടുക്കുന്ന വാല്യൂ അനുസരിച്ച് F0 മാത്രമാണ് വർക്ക് ചെയ്യേണ്ടത്. സോ F0ക്ക് 1 എന്ന് പറയുന്ന വാല്യൂ കിട്ടും. ഓക്കെ, അടുത്തത് നമ്മൾ വാല്യൂ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ 0 0 1 Yക്ക് 1 കൊടുത്തു. Yക്ക് 1 കൊടുക്കുമ്പോൾ W 0 ആയിരുന്നു. അപ്പോൾ കറസ്പോണ്ടിങ് എന്താണ്, ആദ്യത്തത് ആക്റ്റീവ് ആവും 0 0 1 എന്ന് പറയുന്നത്. കാരണം നമ്മുടെ 0 0 0 0 0 1 0 1 0 0 1 1 എന്ന് പറയുന്നത് വരെ ഏതിലാണ് വർക്ക് ചെയ്യുന്നത്, മുകളിലത്തെ ഡീകോഡേഴ്സിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടെ വാല്യൂസ് കൊടുക്കുന്നതനുസരിച്ച് എന്തായിരിക്കും, ആദ്യത്തെ 4 എണ്ണത്തിലും താഴത്തത് ഡിസേബിൾഡ് ആയിരിക്കും. അടുത്തത് ഇത് നമ്മുടെ താഴത്തെ ഡീകോഡർ എപ്പോഴാണ് ആക്റ്റീവ് ആവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ 1 0 0 എന്ന് പറയുന്ന വാല്യൂ കൊടുക്കുമ്പോഴാണ് ഇത് ആക്റ്റീവ് ആവുകയും ഇത് ഡിസേബിൾ ആവുകയും ചെയ്യുന്നത്. അപ്പോൾ 1 0 0 ആണെങ്കിൽ നമുക്ക് എന്താ വരേണ്ടുന്നത്, D4 അല്ലേ, അത് ഇവിടെയല്ലേ കിടക്കുന്നത്. അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് ഡീകോഡർ വർക്ക് ചെയ്ത് വരും. ഇനി 1 0 1 എന്താണ്, 5 എന്ന് പറയുമ്പോഴും താഴത്തതാണ് ഇനേബിൾ ആവുന്നത്, ഇത് ഡിസേബിൾ ആവും. അപ്പോൾ F5 ഇതായിരിക്കും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതേമാതിരിയാണ് നമുക്ക് വാല്യൂസ് കൊടുക്കുന്നതിനനുസരിച്ച് ഏത് ഡീകോഡർ വേണോ ആ ഡീകോഡറിൻ്റെ ഔട്ട്പുട്ട് ആയിരിക്കും നമുക്ക് ഡിസ്പ്ലേ ചെയ്യും. ഓക്കെ, ഇതിവിടെ ഒരു 4 to 16 ഡീകോഡേഴ്സ്. നേരത്തെ നമ്മൾ ഒരു 3 to 8 ഡീകോഡർ എന്ന് പറയുന്നത് 2 to 4 ഡീകോഡേഴ്സിൽ നിന്ന് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഒരു 4 to 16 ഡീകോഡർ എന്ന് പറയുന്നത് ഏതിൽ നിന്ന് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും, 2 3 to 8 ഡീകോഡേഴ്സിൽ നിന്ന് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 4 to 16 ഡീകോഡേഴ്സ് എന്ന് പറയുന്നത് 2 3/8 ഡീകോഡേഴ്സ് വിത്ത് ഇനേബിൾ ഇൻപുട്ട്സ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ദെൻ നെക്സ്റ്റ്, വാട്ട് ഈസ് എ ഗുഡ് ഡീകോഡർ? ഡീകോഡർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡീകോഡേഴ്സ് ആർ സംടൈംസ് കോൾഡ് മിൻ ടേം ജനറേറ്റർ. ഫോർ ഈച്ച് ഇൻപുട്ട് കോമ്പിനേഷൻ എക്സാക്ട്ലി 1 ഔട്ട്പുട്ട് ഇസ് ട്രൂ. ഈച്ച് ഔട്ട്പുട്ട് ഇക്വേഷൻ കണ്ടെയ്ൻസ് ഓൾ ഓഫ് ദി ഇൻപുട്ട് വേരിയബിൾസ്. ഡീകോഡേഴ്സിൻ്റെ വേറൊരു പേര് മിൻ ടേം ജനറേറ്റർ. കാരണം എന്താണ്, മിൻ ടേംസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ X', അല്ലെങ്കിൽ XY, അല്ലെങ്കിൽ X', ഇങ്ങനെയൊക്കെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്, മിൻ ടേംസ് എന്ന് പറയുന്നത്. അപ്പോൾ മിൻ ടേംസ് ജനറേറ്റ് ചെയ്യുന്ന ഡിവൈസിനെയാണ് നമുക്ക് ഡീകോഡേഴ്സ് എന്ന് പറയാൻ പറ്റും. കാരണം നമ്മുടെ ഇക്വേഷൻസ് എന്താണ്, ഡീകോഡറിൻ്റെ ഔട്ട്പുട്ട് ഇക്വേഷൻ എന്താണ്, ഇതാണ് S1 bar S0 bar. അത് സെയിം ആസ് X', അടുത്തത് X', XY. അപ്പോൾ ആ കോമ്പിനേഷനിൽ വരുന്നത് കൊണ്ടാണ് അതിനെ എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്, മിൻ ടേം ജനറേറ്റേഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓരോ ഇൻപുട്ട് കോമ്പിനേഷനും ഒരു ഔട്ട്പുട്ട് മാത്രമേ ആക്റ്റീവ് ആവത്തുള്ളൂ. അതായത് 0 0 0 ആണെങ്കിൽ എന്ത് മാത്രമേ ആക്റ്റീവ് ആവത്തുള്ളൂ, D0 മാത്രമേ ആക്റ്റീവ് ആവുള്ളൂ.
ബാക്കിയൊന്നും ആ ടൈമിൽ ആക്റ്റീവ് ആവത്തില്ല. ഓക്കെ, അതുപോലെ നമ്മൾ ഓരോ ഔട്ട്പുട്ടിനും നമുക്ക് വരുന്ന ഇൻപുട്സിൻ്റെ എല്ലാ ഇൻപുട്സും നമ്മൾ എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് 2 ഇൻപുട്സാണ് ഉള്ളത്. നമ്മൾ D2 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് S1 വെച്ച് മാത്രം എഴുതാൻ പറ്റില്ല. എന്ത് വെച്ച് എഴുതാൻ പറ്റും? S1ഉം S0യുടെയും 2 കോമ്പിനേഷൻസ് വെച്ചിട്ടാണ് നമ്മൾ Q2, അതായത് ഓരോ ഔട്ട്പുട്ടും നമുക്കുള്ള ഇൻപുട്സിൻ്റെ എല്ലാ ഇൻപുട്സിൻ്റെയും കോമ്പിനേഷൻസ് വെച്ചിട്ടായിരിക്കും എഴുതുന്നത്. ഓക്കെ, നമ്മുടെ സം ഓഫ് മിൻ ടേംസ് എക്സ്പ്രഷൻസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഒരു ഡിവൈസാണ് എന്തെന്ന് പറയുന്നത്? ഡീകോഡേഴ്സ്. ഓക്കെ, ദെൻ നമ്മൾ നേരത്തെ മൾട്ടിപ്ലക്സർ എടുത്താലും ഡിമൾട്ടിപ്ലക്സർ എടുത്താലും ഓരോ ഫങ്ഷൻസ് മൾട്ടിപ്ലക്സർ വെച്ച് ചെയ്യുന്ന ഫങ്ഷൻസ് അതേപോലെ നമുക്ക് ഡീകോഡേഴ്സും അഡീഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ നേരത്തെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ അതേ എക്സാമ്പിൾ തന്നെയാണ്. അതായത് ആഡേഴ്സ്, ഫുൾ ആഡർ എന്ന് പറയുന്ന സർക്യൂട്ട് ഡീകോഡർ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ എന്താ പറഞ്ഞേക്കുന്നത്? ഡീകോഡർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞേക്കുന്നത്? സം ഓഫ് മിൻ ടേംസ് അതുപോലെയുള്ളതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മുടെ ഫുൾ ആഡേഴ്സിൻ്റെ സർക്യൂട്ടിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് അറിയാമല്ലോ, എന്താണ്? സം ഇസ് ഈക്വൽ ടു എക്സ് കോംപ്ലിമെൻറ്റ് എക്സ് എക്സോർ വൈ എക്സോർ ഇസഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ എക്സ് കോംപ്ലിമെൻറ്റ് വൈ പ്ലസ് എക്സ് വൈ കോംപ്ലിമെൻറ്റ് ഇൻറ്റു എക്സോർ അടുത്തത് ഇസഡും കൂടി വരുന്നതാണ്. അപ്പോൾ അതെല്ലാം എന്താണ്? സം ഓഫ് മിൻ ടേംസ് ഫോമിലാണ് വരുന്നത്. അപ്പോൾ സം ഓഫ് മിൻ ടേംസിൽ വരുന്ന എല്ലാത്തിനെയും നമുക്ക് എന്തും വെച്ച് ചെയ്യാൻ പറ്റും? ഡീകോഡേഴ്സ് വെച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ സിക്കും എസ്സിനും നമ്മൾ ടേബിൾ വെച്ചിട്ട് ഇക്വേഷൻസ് എഴുതി. ദെൻ നമ്മൾ ആ ഇക്വേഷൻസിന് ഒരു 3 to 8 ഡീകോഡേഴ്സ് വെച്ചിട്ട് ചെയ്തു. കാരണം നമുക്ക് 3 ഇൻപുട്സ് ആണുള്ളത്, കറസ്പോണ്ടിങ് ഔട്ട്പുട്ട്. അപ്പോൾ നമ്മുടെ കറസ്പോണ്ടിങ് ഇൻപുട്ട് അനുസരിച്ച് എന്താണ് നമുക്ക് ഔട്ട്പുട്ട് വരേണ്ടുന്നത്? ക്യാരി ആണെങ്കിൽ ഏതൊക്കെയാണ് വരേണ്ടുന്നത്? 3, 5, 6, 7. അപ്പോൾ ക്യാരിയുടെ എഴുതുകയാണെങ്കിൽ സിഗ്മ എം ഓഫ് 3, 5, 6, 7. 3, 5, 6, 7 എന്ന് പറഞ്ഞാൽ Q3, Q5, Q6, Q7. അതിൻ്റെ സമ്മേഷനായിരിക്കും നമുക്ക് എന്ത് കിട്ടുന്നത്? ക്യാരി കിട്ടുന്നത്. ഇനി സം ആണെങ്കിൽ സിഗ്മ എം ഓഫ് 1, 2, 4, 7. 1, 2, 4, 7 എന്ന് പറഞ്ഞാൽ Q1, Q2, Q4, Q7. അതിൻ്റെ സമ്മേഷനായിരിക്കും എസ് ഓഫ് എക്സ് വൈ ഇസഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സം ഓഫ് മിൻ ടേംസ് വരുന്ന എല്ലാ ഫങ്ഷൻസും എന്ത് വെച്ച് എഴുതാൻ പറ്റും? ഡീകോഡേഴ്സ് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, സമ്മിൻ്റെതും ഇവിടെ എഴുതിയിട്ടുണ്ട്. ദെൻ നമ്മൾ ആ സമ്മും ക്യാരിയും കൂടി ചേർത്ത് ഒരൊറ്റ സർക്യൂട്ടായിട്ട് നമ്മൾ നേരത്തെ രണ്ടായിട്ടാണ് ഇപ്പോൾ ഇവിടെ സമ്മ് മാത്രം, ഇത് ക്യാരി മാത്രം. ഇത് സമ്മും ക്യാരിയും കൂടി ചേർത്ത് എഴുതി. ദെൻ ഫുൾ ആഡേഴ്സ് ഇംപ്ലിമെൻറ്റ് ചെയ്തേക്കുന്നതാണ് ആ സർക്യൂട്ട്. നമ്മളിപ്പോൾ വരച്ചതിനെ ഒരു ബ്ലോക്ക് ഡയഗ്രാം സർക്യൂട്ട് രൂപത്തിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്തിരിക്കുന്നു. ഈ വരച്ചേക്കുന്നത് തന്നെ ഇതും എഴുതിയേക്കുന്നത്. ഓക്കെ, അതിൻ്റെ വാല്യൂസാണ് പിന്നീട് വരുന്നത്. ദെൻ വേറൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എഫ് ഓഫ് എ ബി സി ഈസ് ഈക്വൽ ടു എം ഓഫ് 4, 6, 7. 4, 6, 7 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 4, അതായത് Q4, Q6, Q7 ഇത് മൂന്നും കൂടി ഓർ ചെയ്യുന്നതായിരിക്കും നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അതും ഒരു 3 to 8 ഡീകോഡർ. 3 to 8 ഡീകോഡർ യൂസ് ചെയ്യാൻ കാരണം എന്താണ്? അതിനകത്ത് 6ഉം 7ഉം ഒക്കെ വരുന്നത്. 6ഉം 7ഉം ഒക്കെ ഏതിലേ വരത്തുള്ളൂ? 3 to 8. 2 to 4-നകത്ത് 0 to 3 വരെയുള്ളതേ വരുള്ളൂ. 0 to 7 വരെയുള്ളത് വേണമെങ്കിൽ ഏത് യൂസ് ചെയ്യണം? 3 to 8 ഡീകോഡേഴ്സ് യൂസ് ചെയ്യണം. ഓക്കെ, ദെൻ നമ്മൾ ഒരു BCD to ഡെസിമൽ ഡീകോഡർ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. BCD കോഡ് എന്ന് പറഞ്ഞാൽ 0 to 9 വരെയുള്ളതാണ്. അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് ഡീകോഡിങ് ഫങ്ഷൻസായി എഴുതിയിട്ടുണ്ട്. ഇൻപുട്ട് എന്ന് പറയുന്നത് A0, A1, A2, A3 ആണ്. അപ്പോൾ ഓരോന്നിൻ്റെയും ഇതനുസരിച്ച് നമ്മളവിടെ ഡെസിമൽ ഔട്ട്പുട്ട്സ്, അതായത് A0, A1, A2, A3 എന്ന് പറയുന്നത് ഇൻപുട്ട്സിലും കൊടുത്തിട്ടുണ്ട് കറസ്പോണ്ടിങ്. അതനുസരിച്ചുള്ള ഫങ്ഷൻ, ഈ ഫങ്ഷനാണ് ഇവിടെ നമ്മൾ ഔട്ട്പുട്ടിൽ വരുന്നത്. ഓക്കെ, അതിൻ്റെ കറസ്പോണ്ടിങ് സർക്യൂട്ട് ഡയഗ്രമാണ് വരച്ചേക്കുന്നത്. ദെൻ BCD to 7 segment ഡീകോഡർ. 7 segment കേട്ടിട്ടുണ്ടാവും അല്ലേ? 7 segment നിങ്ങൾ കണ്ടിട്ടില്ലേ? പല സ്ഥലങ്ങളിലും നമ്മുടെ ക്ലോക്കുകളിൽ, ഡിജിറ്റൽ ക്ലോക്കുകളിലൊക്കെ എഴുതുന്നുണ്ട്. 0 എന്ന് പറയുമ്പോൾ 1 എന്ന് പറയുന്നത്, 2 എന്ന് പറയുന്നത് എങ്ങനെ എഴുതി കാണിക്കുന്നു എന്നുള്ളത്.
അപ്പോൾ അതെന്താണ് 7 സെഗ്മെൻറ്റ് ഡീകോഡർ എന്ന് പറഞ്ഞാൽ ആ പൊസിഷനിലെല്ലാം LEDസാണ് വച്ചേക്കുന്നത്. ആ LED എപ്പോൾ ഗ്ലോ ചെയ്യണം എന്നുള്ളത് നമ്മൾ ഡിസൈൻ ചെയ്ത് കൊടുക്കും. ആ ടൈമിൽ ഇപ്പോൾ 0 എങ്ങനെ ഗ്ലോ ചെയ്യണമെന്ന് വെച്ചാൽ ആ പൊസിഷനിലിരിക്കുന്ന ഏതൊക്കെ LEDസാണ് കത്തേണ്ടുന്നത് എന്ന് നമ്മൾ പ്രോഗ്രാം ചെയ്ത് കൊടുക്കുന്നതനുസരിച്ച് എന്ത് ചെയ്യും, ആ LEDs കത്തും. അടുത്തത് 1 വരുമ്പോൾ അതിൽ വരുന്ന ഏതൊക്കെ, നമുക്ക് മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഡിജിറ്റിന് ഒരുപാട് LEDs ഉണ്ട് ഒരു ഡിജിറ്റിൽ. അപ്പോൾ ആ ഡിജിറ്റിനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 0 എങ്ങനെ ഡിസ്പ്ലേ ചെയ്യുന്നു, 1 എങ്ങനെയാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. 7 സെഗ്മെൻറ്റ് ഡിസ്പ്ലേ നിങ്ങളുടെ ചിലരുടെ വാച്ചിലുണ്ടാവും, ചിലരുടെ ക്ലോക്കിലുണ്ടാവും. അപ്പോൾ അതേപോലെയുള്ളത് എങ്ങനെ ഡിസ്പ്ലേ ചെയ്യിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ 4 ബിറ്റ് വെച്ചിട്ടാണ് 7 സെഗ്മെൻറ്റ് നമ്മൾ കൊടുക്കുന്നത്. അത് നമ്മൾ ABCDEFG വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇതാണ് BCD ടു 7 സെഗ്മെൻറ്റ്. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു സർക്യൂട്ട്, അത് ഞാൻ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് സർക്യൂട്ടിനകത്ത് പറഞ്ഞുതരാം. ഓക്കെ, എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഇങ്ങനെയാണതിരിക്കുക. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇരിക്കുന്ന LEDs എല്ലാം കത്തുക, മനസ്സിലായോ? ഇങ്ങനെയാണ് 7 സെഗ്മെൻറ്റ് ഇരിക്കുന്നത്, ഇങ്ങനെ. അപ്പോൾ ഇതിൽ 0 വരണമെങ്കിൽ ഇത് കത്തണം, ഇത് കത്തണം, ഇത് കത്തണം, ഇത് കത്തണം, ഇത് നടുക്കത്തത് വേണ്ട. ഓക്കെ, നടുക്കത്തത് എപ്പോഴാണ് കത്തേണ്ടുന്നത്? 8 എന്ന് ഡിസ്പ്ലേ ചെയ്യിക്കുമ്പോഴാണ് നടുക്കത്തത് കത്തേണ്ടുന്നത്. 0 ആകുമ്പോൾ ഇത് മതി. ഇനി 1 ആകുമ്പോഴേതായിരിക്കും? 1 വരയ്ക്കുമ്പോൾ ഇതാണെങ്കിൽ 1 വരയ്ക്കുമ്പോൾ ഈ പൊസിഷനാണ് നമുക്ക് 1 ആവേണ്ടുന്നത്. സോ ഇതും നമുക്ക് കത്തിക്കഴിഞ്ഞാൽ അത് 1 എന്ന് പറയാൻ പറ്റും. അപ്പോൾ 2 ആണ് ഡിസ്പ്ലേ ചെയ്യിക്കേണ്ടതെങ്കിലോ 2 ഇങ്ങനെയാണ് ഡിസ്പ്ലേ ചെയ്യിക്കുക 2 എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു LEDയും കത്തണ്ട, ഈ ഒരു LEDയും കത്തണ്ട, ബാക്കിയെല്ലാം കത്തുക. ഇതിനെ നമ്മൾ ABCDEFG ഇങ്ങനെയാണ് നമ്മൾ LEDസിന് പേര് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഏതൊക്കെ LEDs ഏതൊക്കെ നമ്പേഴ്സ് സമയത്ത് ഡിസ്പ്ലേ ചെയ്യണം എന്നുള്ളത് പറയും. അപ്പോൾ നമ്മുടെ 2 തന്നെ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞത് ഏതൊക്കെയാണ് LEDs ബ്ലിങ്ക് ചെയ്യണം എന്ന് പറഞ്ഞേക്കുന്നത്? ഇത് A, ഇത് B, ഇത് C, D, E, F, G. ഓക്കെ, ഇതിനകത്ത് 2 ഡിസ്പ്ലേ ചെയ്യിക്കണമെങ്കിൽ A വേണം, B വേണം, G വേണം, E വേണം, D വേണം. എഫും സിയും നമുക്ക് വേണ്ട. അതേപോലെ നമ്മൾ 0 ഡിസ്പ്ലേ ചെയ്യിക്കുന്നതെങ്കിൽ ഏതൊക്കെ വേണം? 0 ആണെങ്കിൽ നമുക്ക് A വേണം, B വേണം, C, D, E, F, G വേണ്ട. ഓക്കെ, അതേമാതിരി നമ്മൾ ഓരോന്നും ഏതൊക്കെ പിന്നീട് ഡിസ്പ്ലേ ചെയ്യിക്കണം എന്നുള്ളത് എഴുതി കൊടുത്താണ് നമ്മൾ കറസ്പോണ്ടിങ് ഡിസ്പ്ലേ ചെയ്യിക്കുന്നത്. ഓക്കെ.